ഖാല റജുലുൽ ലിൽ ഹസൻ, ഒരാള് ഹസൻ ബസ്രിയോട് ചോദിച്ചു, മൂമിന് അസൂയ വെക്കോന്ന് ചോദിച്ചു. ബനി യാക്കൂബിനെ സംബന്ധിച്ച് നിന്നെ മറപ്പിച്ച കാര്യം എന്താ? അതെ, അതിന്റെ ഗമ്മ് നിന്റെ മനസ്സിലുണ്ടാവും. നിന്നെ അത് ബുദ്ധിമുട്ടാക്കുകയില്ല. കൈകൊണ്ടോ നാക്കുകൊണ്ടോ നീ അത് പരിധി വിടാതിരിക്കുമ്പോൾ, അപ്പോ മൂമിനായ മനുഷ്യനിക്കും എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. പക്ഷെ അതിന്റെ പ്രതിഫലങ്ങൾ കാണിക്കുന്നു. ഒരടിമയെ പെരുപ്പിച്ചിട്ടില്ല. മരണത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഓന്റെ സന്തോഷം കുറവില്ല. മരണത്തെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എന്ത് സന്തോഷമാണ് ജീവിതത്തിലുള്ളത്. അപ്പൊ അസൂയ പറയും, ആർക്ക് എന്തുണ്ടായാലുണ്ട് ഈ ഉള്ളവനൊക്കെ മണികടി കൊണ്ടുവന്നല്ലേ എന്ന് ചിന്തിച്ചാൽ ആരോടാ അസൂയ വെക്കേണ്ടത്? ഒരാളാണ് അസൂയ വെക്കുകയാണെങ്കിൽ അയാൾ തിരക്കടില്ല. 1000 കൊല്ലം ജീവിക്കുന്നു ചെക്കുന്ന അവനോട് അസൂയ വെക്കണം. 1000 കൊല്ലുണ്ട്. ഇതിപ്പോ എന്താ, ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതം എത്ര നൈമിഷികമാണ്. എന്താണ്? മാദാമത്ത് മുനഖസത്തൻ ലദ്ദാതുഹു ബിത്തികാരിൽ മൗതി വൽ ഹറമി. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ലാ തീബ ലിൽ ഐശി മാദാമത്ത് മുനഖസത്തൻ ലദ്ദാതുഹു ബിത്തികാരിൽ മൗതി വൽ ഹറമി. ലാ തീബ ലിൽ ഐശി, ജീവിതത്തിന് യാതൊരു സന്തോഷവുമില്ല. മാദാമത്ത് മുനഖസത്തൻ ലദ്ദാതുഹു, അതിന്റെ രസങ്ങളൊക്കെ ഇങ്ങനെ ചങ്ക് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുമായിട്ട്? ബിദ്ദിക്കാരിൽ മൗത്തി, മരണത്തെ ഓർക്കൽ കൊണ്ടുമ്പോൾ ഹറമി, വാർദ്ധക്യം. വാർദ്ധക്യം വരാനുണ്ട്, മരണം വരാനുണ്ട് എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, വാർദ്ധക്യമൊന്നും ആകണ്ടല്ല, ഓരോരുത്തരും മരിക്കുന്നുണ്ടില്ലേ. അപ്പൊ പിന്നെന്താ ജീവിതത്തിന്റെ രസമുള്ളത്? ജീവിതത്തിന്റെ രസമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടാവൂല? അസൂയ ഉണ്ടാവൂല. എന്നിട്ട് എല്ലാ മനുഷ്യന്മാരും കഴിവുള്ളവരാണ്. അലാ റിളാഹു, അവന്റെ റിളയുടെ മേൽ, അവന്റെ സംതൃപ്തിക്ക് കഴിവുള്ളവനാണ്. നിഅമ, ഒരു നിഅമത്തിന്റെ മേലിൽ അസൂയ വെച്ചവനൊഴികെ. ഇല്ലാ ഗവാലുഹ, ഓന് സംതൃപ്തമാകണമെങ്കിൽ എന്ത് വേണം? അത് നീങ്ങ തന്നെ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ശത്രുതയെല്ലാം അതിന്റെ മരണം ആഗ്രഹിക്കുന്നത്, അതിന്റെ ഇല്ലായ്മ. മനസ്സിലായില്ലേ? ഏത് ശത്രുതയാണെങ്കിലും അത് ഇല്ലാതെയാകും. അങ്ങനെയല്ലേ ആൾക്കാർ കണ്ടിട്ട് നിങ്ങൾ പാർട്ടിയൊക്കെ മാറണം. ഇപ്പൊ കണ്ടില്ലേ, മാണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബദ്ധവൈരിയാണ്, ലീഗിന്റെ ഒപ്പത്തിനൊപ്പം നിന്ന ആളാ. ഇപ്പൊ കണ്ടില്ലേ, മാറിയില്ലേ? ഇപ്പൊ എന്തായി? ബായി ആയില്ലേ? ഇത് ലോകത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ ഈ അസൂയ പോകില്ല. എല്ലാ അദാവത്തുമൻ, ഒരുത്തന്റെ ശത്രുത ഒഴികെ, അവൻ എന്നോട് ശത്രുത വെച്ചിരിക്കുന്നു. മിൻ ഹസദി, അസൂയ കാരണം ശത്രുത വെച്ചാൽ അതിന് യാതൊരു പോകില്ല. വേറെയുള്ള എല്ലാ ശത്രുതകളും കാലികമായി അത് നീങ്ങി പോയി കൊണ്ടിരിക്കും. ചില കൊത്ത ദാർശനികന്മാര് പറയാം, ഈ ഹസദ് എന്ന് പറഞ്ഞാൽ ഒരു മുറിപ്പാടാ. അത് ഒടുങ്ങൂല, മാറൂല, മാറാത്ത ഒരു മുറിവാണ് അസൂയ എന്ന് പറഞ്ഞത്. അസൂയക്കാരന് വേണ്ടത് ഓനിക്ക് എത്തുന്ന എന്തെങ്കിലും മുസീബത്ത്, അതിങ്ങനെ കാത്തിരിക്കും. ഒരറാബിയാണെങ്കിലും സംഗതിയാണ് പറഞ്ഞ കാര്യം. മാറായിട്ട് ഗാലിബന്, ഒരു അക്രമിയെ ഞാൻ കണ്ടിട്ടില്ല. മദ്ലൂമിനോട് അശുഭായിട്ട്, പിന്നെ ഹാസിദ്, ഒരു ഹാസിദായ ഒരു ആളുണ്ടല്ലോ. അപ്പൊ ഒരു ഗാലിമിനെ ഏറ്റവും ഒരു മദ്ലൂമുമായ അശുഭാക്കല് ആരോടാണ്? ഒരു ഹാസിദും അശൂമാണ്. എന്താ കാരണം? ഇന്നഹു യറൻ നിഅമതഅലൈക, അവൻ നിനക്ക് അല്ലാഹ് ചെയ്തു കൊടുത്ത നിയമത്തിനേക്കാളും നിഖ്മത്തൻ അലൈഹി, അത് അവരെ എന്തായിട്ടാ കാണുന്നത്?
ഒരു ശിക്ഷ ആയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഏത് തന്നെയാണ്? ഒരു വാല്യവും മധുരവും ആയ മാതിരി തന്നെയാണ്. പൊന്നു മോനെ, എന്തിനാണ് നിന്റെ സഹോദരനോട് നീ അസൂയ വെക്കുന്നത്? അപ്പൊ അല്ലാഹു തആല അവന് നൽകിയിരിക്കുന്നത് കറാമത്തി അലൈഹി, അവന്റെ ബഹുമാനത്തിന് വേണ്ടിയാണ് നിന്നെക്കാൾ. എങ്കിൽ അള്ള ബഹുമാനികളാക്കിയ ആളുകൾ എന്തിനാണ് നിങ്ങൾ അസൂയ വെക്കുന്നത്? ഒരു കാര്യമായ ഒരാൾക്കുണ്ട്, അയാൾക്ക് എല്ലാവരും ആദരവാണ്. മനസ്സിലായില്ലേ? അയാൾക്ക് എന്തിനാ അസൂയ? അള്ള അയാൾ ആദരിച്ചതല്ല, എന്ത് ചെയ്യാനാ? അതല്ല എങ്കിൽ നരകത്തേക്ക് പോകാൻ പോണ മനുഷ്യനെ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഒന്നുകിൽ നരകത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തേക്കാണല്ലോ. അപ്പൊ സ്വർഗത്തേക്കുള്ള മനുഷ്യനാണെങ്കിൽ ഓനോട് അസൂയ വെക്കുന്നത് ശരിയല്ലല്ലോ. ഓന അള്ള എന്തോ നിനക്ക് ബഹുമാനിച്ചതുകൊണ്ടല്ലേ. നരകത്തേക്കുള്ളതാണെങ്കിൽ എന്താ ഇവിടെ എത്ര കുറച്ചേ ഉള്ളൂ. ഒരു ബട്ടർഫ്ലൈയുടെ ജീവിതം മാത്രമല്ല ഉള്ളത്. അതിന് വേണ്ടിയിട്ട് ഓൻ ഭയങ്കര പാറയാൽ എന്തിനാ പോയി അസൂയ വെക്കണത്? നമ്മളെന്താ എന്തൊക്കെ കരിഞ്ഞു പോകാനുള്ളതാണെന്നല്ലേ ചിന്തിക്കേണ്ടത്. അസൂയക്കാരൻ സദസ്സുകളിൽ നിന്ന് എത്തിക്കുകയില്ല, മതമ്മത്തമ്പതില്ല, നിസ്സാരതയും നിന്ദതയുമല്ലാതെ. മലായികത്തിൽ നിന്ന് അവനക്ക് കിട്ടുകയില്ല, ശാപവും വിദ്വേഷവുമല്ലാതെ. സൃഷ്ടികളിൽ നിന്ന് അവനക്ക് കിട്ടുകയില്ല, അവനിക്ക് ജസറും ഹമ്മും മാത്രം കിട്ടുക എപ്പോഴും. മരണസമയത്ത് അവനിക്ക് പ്രാപ്യമാവുകയില്ല. ഭയങ്കര പേടിയും കഠിനങ്ങളുമായിരിക്കും. മഹ്ശറിൽ ഓൻ കിട്ടൂല, വഷളത്തരവും അതുപോലെ തന്നെ ശിക്ഷയുമല്ലാതെ. ഹസദിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതിന്റെ ഹുക്കുമ എന്താണ്? അതിന്റെ ഓഹരികൾ എന്താണ്? അല്ല അതിന്റെ കാറ്റഗറികൾ എങ്ങനെയാണ്? നിയമത്തിന് വേണ്ടി മാത്രമേ ഹസദ് ഉണ്ടാവും. അല്ലാതെ പിന്നെ ഒരാൾ ഹസദ് വെക്കുന്നത്, ഒരാൾക്ക് ഹസദ് എന്ന് പറഞ്ഞാല് ഓർക്ക് നിയമത്ത് അന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ന നിയമത്ത് കൊടുക്കും, അല്ലെങ്കിൽ ജിസ്മിന്റെ നിയമത്ത് കൊടുക്കും, അല്ലെങ്കിൽ മാലിന്റെ നിയമത്ത് കൊടുക്കും. എന്തെങ്കിലും ഒരു നിലക്കുള്ള നിയമത്ത് കൊടുക്കുമ്പോഴാണ് ഓരോട് അസൂയ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല നിയമത്ത് ചെയ്താൽ അലാ അഖീക, നിന്റെ സഹോദരന് ഒരു നിയമത്ത് കൊടുത്തു കഴിഞ്ഞാൽ മലക ബിഹാ ഹാലത്താനി, അവിടെ നിനക്ക് രണ്ട് അവസ്ഥകളുണ്ട്. ഒരു സഹോദരന് നമ്മളെ കൂട്ടത്തിൽ അള്ളൊരു നിയമത്ത് ചെയ്തു കൊടുത്താൽ അവിടെ രണ്ടവസ്ഥകളുണ്ടാകും. അതിലൊന്നെന്താ? ആ നിയമത്തിനെ നീ വെറുക്കലാണ്. അത് നീങ്ങിപ്പോകലിന് ഇഷ്ടം വെക്കലുമാണ്. ഈ അവസ്ഥയാവുന്നത് ഹസദ. അതിനാണ് എന്ത് പേര് പറയാ? ഒന്നിച്ച് ക്ലാസ് പഠിച്ചതാണ്, ക്ലാസ്മേറ്റാണ്. മനസ്സിലായില്ലേ? ഓപ്പ കണ്ടക്കൊണ്ടു പോയിട്ട് വലിയ പൈസക്കാരനായി വന്നിരിക്കുന്നു. അപ്പോ അഹംക്കിനത് പോകട്ടെ എന്ന് ചിന്തിക്കുക. അതാണ് പേര് പറഞ്ഞത് അസൂയ എന്ന് പറഞ്ഞത്. അപ്പൊ ഹസദ് എന്ന് പറഞ്ഞാൽ ഹദ്ദു, അതിന്റെ തരീബ് കറാഹത്തു നിഅമത്തി, അള്ളാഹുവിന്റെ നിഅമത്തിനെ വെറുക്കലാണ്. അത് നീങ്ങലിനെ ഇഷ്ടപ്പെടലുമാണ്. അനിൽ മുൻഅമ അലൈഹി, ആർക്കാണോ നിഅമത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവനിൽ നിന്ന്. രണ്ടാമത്തെ അവസ്ഥ അല്ലാ തുഹിബ്ബ സവാലഹ, അവനിൽ നീങ്ങണം എന്നൊന്നുമില്ല. അത് ഓൻ ഉണ്ടാകണമെന്നുള്ള വെറുപ്പുമില്ല. ഓർക്ക് എന്നൊന്നും ഉണ്ടായിക്കോട്ടെ, നീയും നിനക്കും അങ്ങനെ ആകണമെന്ന. മറ്റാൾ നീങ്ങി പോണം. ഓന് കണ്ടില്ലേ എന്തൊരു ആരോഗ്യം, ഓന് കണ്ടില്ലേ എന്തൊരു ഇൽമ്. ഇങ്ങനെ ഓരോന്ന് എടുത്തു പറയാം. ഓന്റെ നീങ്ങൊന്നും വേണ്ട, എനിക്കും അങ്ങനെ ആകണ്ടീനു എന്നാഗ്രഹിക്കുക. അതിനേക്കാണ് എന്ത് പറയല് നിബുത്തത്ത് എന്ന് പറയാം. അതിന് ചിലപ്പോ മുനാഫസത്ത് എന്നും പേര് പറയാം, കിടമാത്സര്യം. ഓൻ്റെത് നീങ്ങൊന്നും വേണ്ട, എനിക്കെന്താവണം അതുപോലെ ആകണം, ആ ആഗ്രഹം. ചിലപ്പോൾ ഈ മുനാഫസത്തിനും പറയാറുണ്ട് ഹസദ് ലാ ഹസദ ഇല്ലാ ബിസ്നി എന്നൊക്കെ അതിന് കണ്ടിട്ടില്ലേ?
അത് അസൂയല്ല, അത് ഇബുത്തത്താ. ഒരാളാ റജുലിൻ ആത്താഹുല്ലാഹു മാലൻ ഫയുൻഫിഖു വറജുലിൻ ആത്താഹുല്ലാഹു ഇൽമൻ ഫയഅമലു ബിഇൽമിഹി. മനസ്സിലായില്ലേ? ഈ ഹസദിനെ പറ്റിയും എന്ത് പറയാറുണ്ട്? മുനാഫസത്ത് എന്ന് പറയാറുണ്ട്. രണ്ട് ലഫ്ളുകളിൽ ഒന്ന് വെക്കപ്പെടാറുണ്ട്, മറ്റേ സ്ഥാനത്ത് വെക്കപ്പെടാറുണ്ട്. പേരിലെന്തിരിക്കുന്നു? അർത്ഥം മനസ്സിലായ പേരെന്ത് കൊടുത്താൽ എന്താ? അതിനോട് പ്രശ്നമില്ല, ഇന്നതാണ് അതുകൊണ്ടുള്ളത് എന്നല്ലേ ഉദ്ദേശമുള്ളൂ. ൂമിനാണെങ്കിൽ എന്താവും പറഞ്ഞാൽ എഴുത്തത്താണ് അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. മുനാഫിക്കിന് അസൂയ. അപ്പൊ ഈ അസൂയ എന്ന് പറഞ്ഞത് എല്ലാ അവസ്ഥയിലും അത് ഹറാമ് തന്നെയാണ്. ഒരു നിയമത്തൊഴികെ ഒരു തമ്മാടിക്കാണ് നിയമത്ത് കിട്ടിയിരിക്കുന്നത്. ഒരു തമ്മാടിക്ക് ലോട്ടറി കൂടി കിട്ടി, എന്നാൽ ഇപ്പൊ നോക്കേണ്ടിയില്ല, നമ്മെ കണ്ടുപിടിച്ചിട്ട് ഈ മുക്ക് മുഴുവനും കണ്ണുമുക്കായി മാറുമല്ലോ. അപ്പൊ അവനോട് വെറുപ്പ് തോന്നാൻ. അല്ലെങ്കിൽ ഒരു കാഫിറാണ്, അവൻ അതുകൊണ്ട് സഹായം തേടുന്നു ഫിത്ന, കുഴപ്പം ഇളക്കി വിടാൻ, ആൾക്കാർക്കിടയിലുള്ളതായ ഐക്യത്തെ ഇല്ലാതെയാക്കാനും സൃഷ്ടികളെ ഉപദ്രവിക്കാൻ. അതിനൊക്കെയാണ് ഇനി കാരണം. അവരെ ഹക്കിനാണ് വലിയ നിയമത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരും. അപ്പൊ ഓനിൽ നിന്ന് നീങ്ങി പോകാൻ ആഗ്രഹിക്കാം. അതിന് നീ വെറുത്തു എന്നുള്ളത് നിന്നെ ബുദ്ധിമുട്ടാക്കുകയില്ല. ആ നിയമത്ത് അവനിൽ നിന്ന് നീങ്ങി പോകണം എന്നുള്ളതായ നിന്റെ സ്നേഹവും. നീ അതിന്റെ സവാലിനെ ഇഷ്ടം വെക്കുന്നില്ല, അത് നിയമത്താണ് എന്ന നിലയിലല്ല. ആലത്തുൽ ഫസാദ്, അത് നാശത്തിന്റെ ആലത്തായിരിക്കും എന്നതിന്റെ പേരിലാണ്. അതേ സമയത്ത് ഇതിന്റെ ഫസാദിൽ നിന്ന് നീ അന്നുള്ളവനാണെങ്കിൽ നിയമത്തി ഓന്റെ നിയമത്ത് കൊണ്ട് നിന്നെ ഹമ്മുണ്ടാക്കുകയില്ല. ഹസദ് ഹറാമാണെന്ന് നിന്റെ മേൽ അറിയിക്കുന്നുണ്ട് നമ്മൾ എടുത്തുദ്ധരിച്ചതായിരിക്കുന്ന ഹദീസുകൾ. ഈ വെറുപ്പ് അള്ളാന്റെ ഖളാഇനോടുള്ള വെറുപ്പാണ്. ചിലരെ ചിലരെക്കാൾ മഹത്വമാക്കുന്നത്. ഏതൊരു തിന്മയാണ് തസീദു, അത് ഏറുന്നോ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ റാഹത്തിന് നീ വെറുക്കുക. അനക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. ഓ എത്ര മുന്തിയ കാർക്കായാലും അനക്കെന്താ ബുദ്ധിമുട്ട്? അതിലേക്കാണ് ഖുർആൻ അതിന്റെ ഖൗല് കൊണ്ട് സൂചിപ്പിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ പിണഞ്ഞാൽ അത് അവർക്ക് വളരെ വിഷമകരമായിരിക്കും. നിങ്ങൾക്ക് വല്ല തിന്മകളും പിണഞ്ഞാൽ അവർ സന്തോഷിക്കും. ഇതാണ് ശത്രു സന്തോഷം എന്ന് പറയുന്നത്. ഈ ഹസദ് എന്നതും ഷമാത്തത്ത് എന്ന് പറഞ്ഞതും പരസ്പര പൂരകങ്ങളാണ്. പല അഹ്ലുൽ കിതാബുകളും ആഗ്രഹിക്കുന്നത് ഈമാനിക്കും കുഫാറ, നിങ്ങൾ മുഅ്മിനീങ്ങളായ ശേഷം വീണ്ടും ഗർവാപസ്യ ഹസദമ്മിൻ അവരോടുള്ള വെറുപ്പിന് വേണ്ടി. ഗർവാപ്പസ് ഇപ്പൊ എന്താ നമ്മളോടുള്ള വെറുപ്പ, നമ്മൾ സ്വർഗത്തിൽ പോകില്ല, നരകത്തിൽ പോകും. അപ്പൊ നമ്മളും അങ്ങോട്ട് പോകണം. ഇതാണപ്പോ വേറൊന്നുമല്ല. അപ്പൊ അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്, ഈമാനാകുന്ന നിയമത്ത് നീങ്ങിപ്പോകാനുള്ള അവരുടെ താല്പര്യമാവുന്നത് ഹസദ് എന്ന അസൂയയാണ്. അല്ലാഹു പറയാണ്, വദ്ദു, അവരാഗ്രഹിക്കുന്നു, ലൗ തക്ഫുറൂന, നിങ്ങൾ കാഫിറാകലിനെ, അവര് കാഫിറായ പോലെ നിങ്ങൾ കാഫിറാവലിനെ. പഠിക്കാത്ത കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. എന്താണ്, കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടികളെ ഒഴിവാക്കുക. എന്താ പറയുന്നത്, ക്ലാസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ അവർക്ക് കിട്ടിയില്ല, ഒരു എല്ലാ സന്തോഷം. അല്ല, അവൻ കിട്ടിയിട്ടില്ല. അത് സന്തോഷം. എന്താ ഓനും ഇന്റെ മാതിരി ഇരിക്കുന്നത്, മനസ്സിലായില്ല? ആ സന്തോഷമാണ്. അത് പാടില്ല. ലോ, ഈ ലോ മസ്തിയായ ലോ ആണ്, മനസ്സിലായില്ലേ? അല്ല പറഞ്ഞിരിക്കുകയാണ്,
യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളുടെ അസൂയയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിലുള്ളതിനെ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇത് ഖാലൂ ലയൂസുഫു അഖൂഹു അബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബ ഇന്നാ അബാനാ ലഫീ ളലാലിൻ മുബീൻ ഉഖ്തുലൂ യൂസുഫ അവ ഇത്റഹൂഹു അർളൻ യഖുൽ ലക്കും വജ്ഹു അബീക്കും വതകൂനൂ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. വാപ്പയുടെ സ്നേഹം അവർ വെറുത്തപ്പോൾ യൂസുഫിനെ അത് അവർക്ക് വളരെ മോശമായി തോന്നി. അൻഹു അങ്ങനെ ആ കുട്ടിയിൽ നിന്ന് വാപ്പയിൽ നിന്ന് നീങ്ങണമെന്നൊരു ഇഷ്ടം വെച്ചു. അൻഹു അങ്ങനെയാണ് അവർ ഈ ചതി പ്രയോഗം നടത്തിയത്. അവർക്ക് നൽകപ്പെട്ടതിൽ അവരുടെ മനസ്സിൽ യാതൊരു വെറുപ്പും കാണുകയില്ല. അൻസാരികളെ പറ്റി പറഞ്ഞാണ് ويصرون على أنفسهم ولو كان بهم خصاصة ولا يجدون في صدورهم حاجة مما أوتوا ويصرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه لا تضيق صدورهم به അവരുടെ നെഞ്ചുകൾ അതുകൊണ്ട് കുടുസാവുകയില്ല, അവരത് ഗമ്മിനാവുകയുമില്ല. അപ്പൊ അള്ളാഹ് അവരെ പ്രശംസിച്ചിരിക്കുകയാണ് അസൂയില്ല എന്നതുകൊണ്ട്. ഇൻകാറിന്റെ മാറുകളായിട്ട് അള്ള പറയാണ്, അല്ല കൂട്ടരെ നിങ്ങൾ ആളുകളോട് അസൂയ വെക്കുകയാണോ? അള്ളാഹു തആല അവന്റെ ഫضل നൽകിയിരിക്കുന്നു എന്നതിനാൽ അള്ളാഹ് വീണ്ടും പറയാ ഉമ്മത്തൻ വാഹിദ, നാസ് ഉമ്മത്ത് വാഹിദായിരുന്നു. ഇല്ലല്ലദീന ഊതൂ മിൻ ബഅദി മാ ജാഅത്തുൽ ബൈനാത്തു ബഗ്യം ബൈനഹും. തഫ്സീരിയുടെ ബഗ്യം ബൈനഹും എന്നതിന്റെ അർത്ഥം ഹസദം ബൈനഹും എന്നാണ്. ജാഅഹുൽ ഇൽമു ബഗ്യം ബൈനഹും. അല്ലാഹു തആല ഇൽമു ഇറക്കിയിരിക്കുന്നു അവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, വല്ലിഫ് ബൈനഹും അവർക്കിടയിലേക്ക് ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയും അടക്കി ചേർക്കാൻ വേണ്ടി അവന്റെ താഴത്തിൽ യതഅല്ലഫു അവർ ഇണങ്ങിച്ചേരാൻ വിജ്ഞാനവുമായി ഫതഹാസദു അപ്പോൾ അസൂയ വെക്കുന്നു, അങ്ങനെ അവർ ഇഖ്തിലാഫാകുന്നു. അവരിൽ നിന്ന് ഓരോരുത്തരും ഉദ്ദേശിക്കുന്നു അവർക്ക് നേതൃത്വം കിട്ടണമെന്ന്, ഓൻ പറഞ്ഞത് സ്വീകരി വെക്കണമെന്നും. അല്ല അങ്ങനെയാണ് ഭയങ്കരമാകുന്നത്. അതാണ് ഈ പറഞ്ഞ വായന. യഹൂദികളായിരുന്നു നബിയെ ബഅസാക്കപ്പെടുന്നതിന് മുമ്പായി. ഇതാ ഖാതലോ ഖൗമൻ, ഒരു ഖൗമിനോട് ഒരു യുദ്ധം ചെയ്താൽ നസ്അലുക ബിൻ നബിയില്ലദീ വഅതനാ തുർസിലഹു, നസ്അലുക നമ്മൾ നിന്നോട് ചോദിക്കുന്നു, ബിൻ നബിയില്ലദീ ഒരു പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് നീ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു തുർസിലഹു അതിനെ അയക്കാൻ, ഒരു കിതാബ് കൊണ്ടും തുൻസിലൂനി അതിനെ ഇറക്കുന്നു ഇല്ലാമാ നസർതനാ. ഇതാണ് ഇസ്ലാമിന് പ്രചാരം ഉണ്ടായത്. മനസ്സിലായോ? അപ്പൊ അവർക്ക് സഹായം നൽകപ്പെട്ടിരുന്നു. ആ സംഗതി പോലെ വല ദ്വായൊക്കെ ശരി തന്നെ. പക്ഷേ നബി വന്നപ്പോൾ ഇസ്ഹാക്ക് സന്താനത്തിലല്ല, ഇസ്ഹാക്ക് സന്താനത്തിൽ ആന്റണി ഉള്ളൂ. ഇസ്മായിൽ സന്താനത്തിൽ വന്നപ്പോൾ റസൂലുള്ളാഹി ഒരു മനസ്സിലാക്കി, അതുകൊണ്ട് ഒരു നിഷേധിച്ചു. അല്ലാതെ യഹൂദികൾക്ക് അറിയാത്തതുകൊണ്ടല്ല. യഹൂദികള് നബിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 300 കൊല്ലം മുമ്പ് മദീനയിൽ വന്നത്. മനസ്സിലാക്കണം. ബൈത്തുൽ മുഖദ്ദസ് അവർക്ക് നഷ്ടപ്പെട്ടിട്ട് നിക്കപ്രതി ഇല്ലാതെ യഹൂദികൾ. മനസ്സിലായില്ലേ? അങ്ങനെ യഹൂദികൾ എന്താ പറഞ്ഞാൽ, ഇനി നമുക്ക് ഒരു സ്ഥലമുണ്ട്, ഈത്തപ്പനയുടെ നാടാ, അവിടെയാണ് പ്രവാചകൻ വരുന്നത്, അവിടെ പോവുക. അങ്ങനെയാണ് ഒരു മദീനത്ത് വന്നത്. ഔസും ഫദ്റും അല്ല മറ്റേ ബനി നദീറും ബനി മുസ്തല മറ്റേ ബനി കൈനക്കായും ഇവരൊക്കെ ബനി ഖുറൈള ഇവരൊക്കെ അങ്ങനെ വന്നത്. അതായത് റസൂലുള്ളാഹി വരുന്നതിന് ഒരു 300 കൊല്ലം മുമ്പാണ് അവർ മദീനത്ത് വരുന്നത്. അങ്ങനെയാണ് ഔസ് പറഞ്ഞു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടും. മനസ്സിലായാലും ഇപ്പത്തെ പരിപാടി തന്നെ. എന്നിട്ട് ഓല് പറയലെന്താന്ന് അറിയോ? കാണിച്ചു തരടാ പിപ്പിരിയാക്കും. ഒരു നബി വരാണ്ടേ, ആ നബി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ നബിന്റെ കൂടെ കൂടി ഇങ്ങളൊക്കെ മനസ്സിലാക്കുന്ന. ഇത് കേട്ട് ആരും അടുത്തപ്പെടും. ഹദ്റജികളും ഹദ്റജികളും അങ്ങനെയാണ് ഓല് കേൾക്കണ മക്കത്തെ നബി വന്നപ്പോ. അപ്പൊ ഇവര് ചർച്ച ചെയ്താൽ ഈ അമക്കൾ എപ്പോഴും നമ്മളോട് പറയണ്ടേ, ആ നബി തന്നെ നമ്മൾ പോയിക്കാറ്.
അങ്ങനെയാണ് ഒരു പോയി നോക്കി. അതാണ് ഈ ഒരു ഇതുള്ളത് കൊണ്ടാണ്, മുൻവിധിയുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു മുസ്ലിമായി ഇസ്ലാം 2-ാം കൊല്ലം പോയപ്പോൾ 70 ആളൊക്കെ ആയില്ലേ. അങ്ങനെയാണ് ഇസ്ലാം പ്രചരിക്കാനുള്ള കാരണം തന്നെ അതാണ്. ആ അതാ അതിൽ അന്ന് വളരെ വ്യക്തമായിട്ട് വക്കാനു അവരായിരുന്നു കബലിന്റെ മുമ്പ് കാഫിരീകളായ ആളുകൾക്കെതിരെ വിജയം നേടിയിരുന്നു. അവർ അറിഞ്ഞതായ ഒന്ന് വന്നപ്പോൾ കബറുബിഹി ഓല് ഇത് എത്തിയിട്ടില്ല. കാരണം ഇതുവരെയുള്ള പ്രവാചകന്മാരൊക്കെ ആരാ? ഇസ്ഹാഖ് സന്തതിയാണ്. അപ്പൊ അത് നമ്മളെ സന്തതിയിൽ തന്നെ ഇക്കാരം കരുതി. ഇപ്പൊ നോക്കുമ്പോ ഇസ്മായിൽ സന്തതിയില്ല. ഇസ്മായിലിനെ വളരെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇസ്മായിലിന്റെ ഉമ്മ ഏതാണ്? ഹാജറയാണല്ലോ. ഹാജറ അടിമയ പെണ്ണാണല്ലോ, അങ്ങനെ കൊടുത്തതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ എളാപ്പ മുത്താപ്പ തമ്മിലുള്ള വൈരാഗ്യം വളരെ ഗൗരവതരാണ്. അതിനാണ് ഇസ്മായിലിന്റെ കുലത്തിലൊരാൾ വരുന്നത്. അതൊരിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതവിടെ ഉണ്ടായ പ്രശ്നം അസൂയാണ്. അല്ലാതെ ഓർക്ക് തിരിയാത്തോണ്ടല്ല. ഇവിടുത്തെ ഹിന്ദുക്കൾക്കൊക്കെ ചിലപ്പോൾ തിരിയായിട്ടുണ്ടാകാം, യഹൂദികൾക്ക് തിരിയായില്ല. മനസ്സിലായില്ല? ഹസദ. സഫിയ ബിൻത് ഹുയയ്യ റസൂലുള്ളാഹിയോട് പറഞ്ഞു, എന്റെ വാപ്പയും എന്റെ അമ്മയും നിങ്ങളുടെ അടുക്കൽ ഒരു ദിവസം വന്നു. എന്റെ വാപ്പ എളാപ്പാനോട് ചോദിച്ചോ എന്താ അയാളെ പറ്റിയുള്ള അഭിപ്രായം എന്നാ. നബിയുല്ലദി ബശറ ബി മൂസ, മൂസാ നബി സന്തോഷം അറിയിപ്പിച്ച നബി തന്നെയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അയ്യാമ, ഞാൻ ജീവിതകാലം മുഴുവൻ മുമ്പിൽ എതിർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഹറാം സംബന്ധമായിട്ട് ഈ അസദിന്റെ ഈ മുനാഫസത്ത അല്ലേ? മതി.